ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മെഹന്തിയുടെ ക്ലാസ് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ടൈപ്സ് ഓഫ് വൈൻസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ടൈപ്സ് ഓഫ് ടിയർ ഡ്രോപ്സ് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എലമെൻറ്റ്സ് പഠിച്ച സമയത്ത് വൈൻസും ടിയർ ഡ്രോപ്സൊക്കെ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തും കൂടി നമുക്കതൊന്നും കൂടി റെഫർ ചെയ്തിട്ട് പഠിക്കാം. ഇത് ചെറിയ ടിയർ ഡ്രോപ്സ് ആണ് കേട്ടോ. സ്മോൾ ടിയർ ഡ്രോപ്സ് ആണ് വരയ്ക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് താഴത്തോട്ട് ഒരു ചെറിയൊരു തിൻ ലൈന് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ഡോട്ട് ഇടുന്നൊക്കെ പോലെ ഡോട്ട് ഇടുന്ന രീതിയിൽ പ്രഷർ കൊടുത്തതിന് ശേഷം താഴത്തോട്ട് ഇതുപോലെ ഒരു ലൈന് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ടിയർ ഡ്രോപ്സിൻ്റെ ചെറിയ സൈസിലുള്ളത് വരയ്ക്കുന്നത്. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് ഒരു ലൈന് വരച്ചിട്ട് അതിലൊന്ന് വരച്ച് നോക്കാം കേട്ടോ. ഒരു ഡബിൾ ലൈന് കൊടുക്കാം നമുക്ക്. ആദ്യം ഒരു ലൈന് കൊടുത്ത് അതിനോട് തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെറിയ സൈസിലുള്ള ടിയർ ഡ്രോപ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ടിയർ ഡ്രോപ്സിനെ ഇടാൻ സാധിക്കും കേട്ടോ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ലൈനിന് ചുറ്റും മുഴുവനായിട്ടും ടിയർ ഡ്രോപ്സിനെ വരച്ച് കൊടുക്കാം. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ വരച്ച് കൊടുക്കാം. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും ടിയർ ഡ്രോപ്സിനെ ചെറിയ സൈസിൽ തന്നെ വരച്ച് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടിയർ ഡ്രോപ്സിനെ വരയ്ക്കുന്നത്. നമ്മൾ ഫ്ലോറൽസ് ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ചുറ്റൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. നല്ല ഭംഗിയിൽ കിട്ടുന്ന ഒരു എലമെൻ്റാണിത്. കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ ഒരു ബിഗ് സൈസിലുള്ള ടിയർ ഡ്രോപ്സ് പഠിക്കാം. കണ്ടില്ലേ? സ്മോളാണ് നമ്മൾ ആദ്യം വരച്ചത്. ഇതുണ്ടോ, ബിഗ് സൈസിൽ കുറച്ചും കൂടി വലിയ സൈസിലുള്ള ടിയർ ഡ്രോപ്സ് ഇതുപോലെയാണ് വരയ്ക്കുന്നത്. കണ്ടില്ലേ? ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈനുകളിലൊക്കെ എവിടെയൊക്കെ കൊടുക്കാമെന്നൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സുകളിലായിട്ടൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ലൈനും കൂടെ കൊടുത്തിട്ട് അതിൽ നമുക്ക് ബിഗ് സൈസിലുള്ള ടിയർ ഡ്രോപ്സ് ഒന്ന് വരച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇതുപോലെ വരച്ച് കൊടുക്കാം. അപ്പോൾ വലുതും കുറച്ചും കൂടി ചെറുതൊക്കെ ആയ രീതിയിലുള്ള ടിയർ ഡ്രോപ്സ് നമുക്ക് വരച്ച് കൊടുക്കാം. കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ലൈനിനെ മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കാം കേട്ടോ. നല്ല എളുപ്പമാണ്, നല്ല ഭംഗിയുള്ളൊരു എലമെൻ്റാണ് ഇത്. നമ്മൾ എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ബിഗ് സൈസിലൊക്കെ ഉള്ള ടിയർ ഡ്രോപ്സ് ആണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ ഈ കോണ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മിസ്സിങ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോൺ ഉപയോഗിച്ച് ഓർഗാനിക്കാണ്, ഇതുകൊണ്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ? ഇങ്ങനെയാണ് വലിയ ടിയർ ഡ്രോപ്സ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. വൈൻസും ടിയർ ഡ്രോപ്സൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.